നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് ആയി അല്ലെ. അതിൽ ചാപ്റ്റർ 3 ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ചാപ്റ്ററിന്റെ പേര് എന്തായിരുന്നു? സമാന്തര വരകളായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു ത്രികോണത്തിന്റെ ഭാഗം എന്ന് പഠിച്ചു, മധ്യഭാഗം എന്ന് പഠിച്ചിരുന്നു, ത്രികോണത്തിന്റെ ഭാഗം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ത്രികോണ കേന്ദ്രങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ താഴെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക ത്രികോണ കേന്ദ്രങ്ങൾ. അപ്പൊ നോട്ട്ബുക്ക് എഴുതി വെച്ചല്ലോ ത്രികോണ കേന്ദ്രങ്ങൾ. ഞാനൊരു ത്രികോണം വരയ്ക്കുക. ആ ത്രികോണത്തിന് ഒരു പേരും കൊടുത്തു ABC. നമുക്ക് ഈ ABC ത്രികോണത്തിന്റെ നമുക്ക് ഉയരങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉന്നതി എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? എയിൽ നിന്നൊരു ലംബം വരയ്ക്കുന്നത് BCയിലേക്ക് വരക്കാൻ പറ്റും. അതേപോലെ ACക്ക് ലംബം ഏതിലൂടെ വരക്കാം? Bയിലൂടെ വരക്കാൻ പറ്റും. AB-ക്ക് ലംബം ഏതിലൂടെ വരക്കാം? C-യിലൂടെ വരക്കാൻ പറ്റും. അപ്പൊ ഞാൻ എയിൽ നിന്ന് ഇവിടെ ഒരു ലംബം വരച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ആയിരിക്കും? കോണളവ് 90 ഡിഗ്രി ആയിരിക്കും വരിക. അതേപോലെ ബിക്ക് ഞാൻ ലംബം വരച്ചൂടെ, അവിടെയും എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും വരിക. ഇതേപോലെ സിക്ക് ഞാൻ ലംബം വരച്ചു അല്ലെ, അപ്പം അവിടെ എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ് വരുന്നത്. അപ്പൊ ഈ ലംബങ്ങളൊക്കെ കൂട്ടിമിട്ട് ഒരു ബിന്ദു ഇവിടെ കാണുന്നുണ്ട്. അതിന് ഞാൻ എന്ത് പേരെടുത്തു? ഒരു O എന്നും പേര് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടിയിപ്പോ? അല്ലെ, ലംബങ്ങൾ അല്ലെ അല്ലെ അല്ലെങ്കിൽ എന്ത് പറയാം, നമുക്ക് ലംബങ്ങൾ എല്ലാം വരച്ചു പോകുമ്പോ ഒരു ബിന്ദുവിലൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? കടന്നു പോകുന്നുണ്ട് എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതി? ഏത് ത്രികോണത്തിലും ഓരോ മൂലയിൽ നിന്നും എതിർവശത്തേക്ക് വരക്കുന്ന ലംബങ്ങൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകും. ആ ബിന്ദു ഏതാ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്? O എന്ന ബിന്ദുവാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഉന്നതികളൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വരച്ചിട്ടുള്ളത്. ഉന്നതികൾ അല്ലെ ലംബമായിട്ടാണ് വരച്ചിട്ടുള്ളത്. അങ്ങനെ ഈ കൂട്ടിമുട്ടിയ ഈ ബിന്ദുവിനെ നമ്മളൊരു പേര് കൂടി പറയാൻ പോവാണ്, ലംബ കേന്ദ്രം. ലംബമായി വരച്ചത് കൊണ്ട് ഇതിനെ പറഞ്ഞ പേരാണ് നമ്മൾ ലംബ കേന്ദ്രം എന്നാണ്. അപ്പൊ ഈ ബിന്ദുവിനെ എന്ത് പറയാം നമ്മള്? അല്ലെ, എന്താണ്? ലംബ കേന്ദ്രം എന്നും കൂടി നമ്മൾ അറിയും. അപ്പൊ താഴെ ഇതാ ഉന്നതികൾ നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഉന്നതികൾ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിനെ ത്രികോണത്തിന്റെ ലംബ കേന്ദ്രം, ഇംഗ്ലീഷ് വാക്കാണ് ഓർത്തോ സെൻട്രൽ എന്ന് പറയുന്നു. കിട്ടിയല്ലോ. അപ്പൊ 3-4 കൺസെപ്റ്റുകൾ പഠിക്കാനുണ്ട്, മാറിപ്പോകരുത്. ലംബ കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നതികളാണ് വരുന്നത്, ലംബമായിട്ട് വരുന്നതാണ് നമ്മൾ ആര് പറയുന്നത്? ലംബ കേന്ദ്രം. ആ വാക്കിൽ തന്നെ ഉണ്ട് ലംബം എന്ന് പറയുമ്പോൾ ലംബമായി വരുന്നതാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കോണളവ് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇതിനെതിരെ വരുന്നത്. ഇവിടെ കൂട്ടിമുട്ടി. ഇനി നമ്മൾ അടുത്ത ഈ ത്രികോണം നിങ്ങോട്ട് നീട്ടി വരച്ചു ചെയ്തു. ഇതേപോലെ എന്ത് ചെയ്തു? ഞാൻ ത്രികോണത്തിന് പേര് കൊടുത്തു, ABC എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഇവിടെ നിന്ന് ഈ BCന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരക്കുകയാണ്. ആ P എന്ന് പേര് കൊടുത്തു. ഇതേപോലെ AC-യുടെ മധ്യബിന്ദുവിലേക്ക് ഞാൻ ബിയിൽ നിന്നൊരു വര വരക്കുകയാണ്. അതിന് Q എന്നും പേര് കൊടുത്തു. അതേപോലെ സിയിൽ നിന്ന് AB-ക്ക് ഒരു മധ്യബിന്ദുവിലേക്ക് ഞാൻ ഒരു വര വരക്കുകയാണ്. ഇവിടെ ലംബമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. തൊട്ടു മുമ്പ് നമ്മൾ ലംബമായിട്ടാണ് വരക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ലംബമായിട്ടല്ല ചെയ്തിരിക്കണേ. എന്താ ചെയ്തിരിക്കണത്? BC-യുടെ മധ്യബിന്ദുവിലേക്കും AC-യുടെ മധ്യബിന്ദുവിലേക്കും AB-യുടെ മധ്യബിന്ദുവിലേക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അങ്ങനെ വരച്ചപ്പോഴും എന്ത് കൂട്ടിമുട്ടിയിട്ടുണ്ട് നമ്മള്? ഇവിടെ ഒരു ബിന്ദു കൂട്ടിമുട്ടി, അതിന് ഞാൻ O എന്നും പേര് കൊടുത്തു. അപ്പോ ഈ വരകൾ ഏത്? ഈ ABC എന്ന ത്രികോണത്തിന്റെ അകത്ത് ഈ മധ്യബിന്ദുവിലേക്ക് ഈ വര വരച്ചിട്ടുണ്ട്. ഈ വരയെ പറഞ്ഞ പേരാണ് എന്ത് പറയാണ്? നടുവരകൾ എന്ന് അറിയപ്പെടുന്നത്. ഈ വരകൾക്ക് നമ്മൾ പറഞ്ഞ പേരാണ് നടുവരകൾ. ഇപ്പൊ ഞാൻ പറഞ്ഞു BC-ക്ക് മധ്യബിന്ദുവായിട്ടാണ് P എന്ന് പറഞ്ഞത്. BP സമം എന്ത് പറയാം? BC എന്ന് പറയാം. അതേപോലെ AQ സമം ആര് പറയാം? QC എന്ന് പറയാം. അതേപോലെ AR സമം ആര് പറയാം? BR എന്ന് പറയാം. അപ്പൊ ഈ വരകളെ പറഞ്ഞ പേരുകൾ എന്താണ് നമ്മൾ പറഞ്ഞു? നടുവരകളാണ്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാലുണ്ട്. അപ്പൊ എന്താണ്? നടുവരകൾ. നടുവരകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ABC എന്ന ത്രികോണത്തിന്റെ എതിർമൂലയിൽ നിന്ന് BC-യിലേക്ക് എന്താണ് മധ്യബിന്ദുവിലേക്ക് വരക്കുന്ന വരകളാണ് ആര് പറയുന്നത്? നടുവരകൾ എന്ന് പറയുന്നത്. അപ്പൊ അതേപോലെ വേറെ നടുവരയാണ് PQ, അത് വേറൊരു നടുവരയാണ് CR എന്ന് പറയാൻ പറ്റി അല്ലെ. ഇതാണ്. അപ്പൊ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. എന്താണ് നടുവര?
ഒരു ത്രികോണത്തിന്റെ ഓരോ മൂലയും എതിർവശത്തിന്റെ മധ്യബിന്ദുവും ചേർത്ത് വരക്കുന്ന വരകളെയാണ് എന്ന് പറയുന്നത് നടുവരകൾ. അതിന് ഇംഗ്ലീഷ് ആണ് മീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നടുവരകൾ എന്ന് പറഞ്ഞാൽ ഈ വരകളൊക്കെ പറഞ്ഞ പേരാണ് നടുവരകൾ. ഈ നടുവരകൾക്ക് ഒരു അംശബന്ധത്തിലാണ് നമ്മൾ ഭാഗിക്കുന്നു പറയുന്നത്. അപ്പൊ ഏത് അംശബന്ധത്തിലാണ്? 2:1 എന്ന അംശബന്ധത്തിലായിരിക്കും ഈ നടുവരകളൊക്കെ എന്ത് ചെയ്യുക? ഭാഗിക്കുക. അപ്പൊ ഏത് ത്രികോണത്തിന്റെയും നടുവരകൾ ഒറ്റ ബിന്ദുവിടെ കടന്നു പോകും അല്ലെ? ഒറ്റ ബിന്ദുവിടെ കടന്നു പോകുന്നില്ലേ? ആ ബിന്ദു നടുവര എല്ലാം മൂലയിൽ നിന്ന് 2:1 അംശബന്ധത്തിലാകിക്കും എന്നാണ്, ഭാഗിക്കും എന്നാണ് പറയുന്നത്. 2:1 അംശം. അപ്പൊ ഇവിടെ എന്താ അംശബന്ധം? 2:1 അല്ലെ? 2:1 2:1 എന്ന അംശബന്ധത്തിലായിരിക്കും ഇതിനെ ഭാഗിക്കുന്നത്. അപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? ലംബമായി പതിക്കുമ്പോ ഈ ഓന പേര് പറഞ്ഞിരുന്നു എന്തായിരുന്നു? ലംബകേന്ദ്രം എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഉണ്ടാവുന്നത് 90 ഡിഗ്രി ആണ്. ഇവിടെ എന്ത് അടുത്ത് നമ്മൾ പറഞ്ഞെന്താണ്? അല്ലെ? ഈ ബി എന്ന ഇവിടെ നിന്ന് ഇതിലേക്ക് മധ്യബിന്ദുവിലേക്ക് യോജിപ്പിച്ച ഈ വരകളെ പറഞ്ഞ പേരാണ് നടുവരകൾ. കിട്ടിയല്ലോ? നടുവരകൾ തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 2:1 എന്ന അംശബന്ധത്തിലാണ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത് നമ്മൾ പറയാണ് ഈ നടുവരകളൊക്കെ യോജിപ്പിച്ച ഒരു ബിന്ദു ഉണ്ടല്ലോ, കൂട്ടിമുട്ടിയ ഒരു ബിന്ദു ഉണ്ടല്ലോ, അതിന് പേര് പറയും കൂടിയാണ്. നമ്മൾ മധ്യമായിട്ടാണ് അല്ലെ, മധ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാം ഈ AC-യുടെ മധ്യബിന്ദുവായിട്ട്. അപ്പൊ ഇതിനെ പറഞ്ഞ പേരാണ് മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ മധ്യമ കേന്ദ്രം എന്ന് പറയും. അപ്പൊ മധ്യമ കേന്ദ്രത്തിന്റെ വേർഡ് തന്നെ ഉണ്ട്. മറ്റേ ലംബ കേന്ദ്രം എന്ന് പറയുമ്പോൾ ലംബമായിട്ട് പതിക്കുന്ന സംഭവമാണ്. ഇവിടെ മധ്യമ കേന്ദ്രം എന്ന് പറയുമ്പോൾ എന്താണ്? അല്ലെ? AC-യുടെ മധ്യമായിട്ട് മധ്യത്തിൽ കൂട്ടിമുട്ട ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന വരകൾക്കാണ് നമ്മൾ പറയുന്നത് മധ്യമ കേന്ദ്രം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആരാണ് അല്ലെ നടുവരകള്? എന്താണ്? എല്ലാം കടന്നു പോകുന്ന ഈ ബിന്ദുവിന് ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം സെൻട്രോയിഡ് എന്ന് പറയുന്നു. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. ഒന്ന് എന്താ പഠിച്ചിരുന്നത്? അല്ലെ? ഈ ശീർഷത്തിൽ നിന്ന് ഇതിലേക്ക് ലംബമായി പതിക്കുമ്പോൾ ഇല്ലേ അവിടെ ഉണ്ടാവുന്ന എല്ലാ ശീർഷങ്ങളും കൂട്ടിമുട്ടുന്ന ബിന്ദുവിനെ അവിടെ ഉണ്ടാവുന്ന കേന്ദ്രത്തെ എന്ത് പറയുന്നു? ലംബ കേന്ദ്രം എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ എന്താണ്? ഈ ശീർഷത്തിൽ നിന്ന് ഇതിന്റെ മധ്യബിന്ദുവിലേക്ക് വരക്കുന്ന വരകളെല്ലാം എന്താവും? നടുവരകളായിരിക്കും. പിന്നെ എന്ത് പറഞ്ഞു? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ആ കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പറയും? മധ്യമ കേന്ദ്രം എന്നറിയപ്പെടും. ക്ലിയർ ആയല്ലോ? ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ഒന്ന് ചെയ്തു നോക്കാം. പേജ് നമ്പർ 58 to 60 ആണ് പേജ് നമ്പർ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു മട്ടത്രികോണം വരച്ച് കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരക്കുക. അല്ലെ? ഒരു മട്ടത്രികോണം വരച്ചു, ഇവിടെ ഉണ്ട്. അതിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് അതിന്റെ പാദത്തിലേക്ക് വരച്ചു തന്നിട്ടുണ്ട്. ഒന്നാമത്തെ, ഈ ലംബം വലിയ ത്രികോണത്തിന്റെ വശത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കുക. ഏത്? ഈ ലംബം ഈ വരയുടെ പകുതിയാണ് തെളിയിക്കണം എന്ന് പറഞ്ഞാൽ ഇത് 4 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കണം? 2 ആണ് തെളിയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എത്രയെന്ന് അളവ് തന്നിട്ടില്ല, തെളിയിക്കാൻ പറഞ്ഞു. എന്താ രണ്ടാമത്തെ പറഞ്ഞത്? വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലയ്ക്കുള്ള അകലം തുല്യമാണ് തെളിയിക്കുക. അഥവാ ഇതാണ് നമ്മളെ മധ്യബിന്ദു, ഇതിന് ഇങ്ങോട്ടുള്ള നീളവും ഇതിന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഈ മൂന്നാമത്തെ മൂലം ഇതാണ്, ഇതൊക്കെ എന്തായിരിക്കണം? തുല്യമാണ് തെളിയിക്കാനാ പറഞ്ഞത്. എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും എന്താണ്? തുല്യമാണെന്ന് തെളിയിക്കാനാ പറഞ്ഞത്. ഇനി അടുത്തെന്താ? ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണ് തെളിയിക്കാനാ പറഞ്ഞത്. അല്ലെ? അപ്പൊ നമുക്കിതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കാം. എന്താണ്? ഈ ലംബം വലിയ ത്രികോണത്തിന്റെ ലംബവശത്തിന്റെ പകുതിയാണെന്ന് തെളിയിക്കാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തന്ന ത്രികോണമായിട്ട് മാറ്റി വരച്ചു, അതിന് പേര് കൊടുത്തു ABC എന്ന് പേര് കൊടുത്തു. പിന്നെ എന്ത് കൊടുത്തു? നമ്മള് MN എന്നും പേര് കൊടുത്തു. ഇനി നമ്മൾ പറഞ്ഞെന്താണ്? BC-യുടെ പകുതി നീളമാണ് MN എന്ന് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തു? ഇവിടെ നേർന്ന് വരച്ചു. അഥവാ ഈ AB-ക്ക് സമാന്തരമായി M-ലൂടെ ഞാൻ വരച്ചു. അപ്പൊ എന്ത് ചെയ്തു? ഇവിടെ കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേരെടുത്തു? ഞാൻ P എന്ന് പേര് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി? MP-യും NB-യും തമ്മിൽ സമാന്തരമാണ് എന്ന് പറഞ്ഞാൽ NB-യും MP-യും തമ്മിൽ എന്താവും? തുല്യമാവും. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതി വെക്കാം. എന്താണ്? അല്ലെ? MB സമാന്തരമാണ് ആര്? അല്ലെ? MP.
അങ്ങനെയാണെങ്കിൽ എൻ ബി സമം എന്തായി? എൻ പി ആണ്. അപ്പൊ എൻ പി ഈക്വൽ ടു എൻ ബി. അപ്പൊ ഏതൊക്കെ വശങ്ങൾ തുല്യമായി? ഈ വശവും ഈ വശങ്ങളും തുല്യമാണ്. പിന്നെ നമുക്കറിയാം എം എൻ സമാന്തരമാണ് ആരുമായിട്ട്? പി ബിയുമായിട്ട്. അപ്പൊ എം എൻ എന്താണ്? സമാന്തരമാണ് ആര്? പി ബി എന്ന് പറഞ്ഞാൽ എം എന്നും പി ബിയും തമ്മിൽ തുല്യമാണ്. അപ്പൊ ഈ വശവും എന്തായി? തുല്യമാണ്. നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ഇല്ല, ഈ വശവും തമ്മിൽ തുല്യമായാൽ മതി, അല്ലെങ്കിൽ ഈ വശവുമായിട്ട് എന്ത് ചെയ്താൽ മതി? തുല്യമായാൽ മതി. അപ്പൊ നമുക്കിവിടെ ത്രികോണങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ത്രികോണങ്ങൾ? എ എൻ എം എന്ന ത്രികോണവും എം പി സി എന്ന ത്രികോണവും കിട്ടിയിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ വശവും തമ്മിൽ എന്തായിരിക്കും? തുല്യമാണെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്? ഈ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളാണെന്ന് പറയാൻ പോവാണ്. ഏതൊക്കെയാണ് ത്രികോണങ്ങള്? ത്രികോണം എ എൻ എമ്മും ത്രികോണം എം പി സിയും എന്നിവ എന്താണ്? പരിഗണിക്കുക. അപ്പൊ നമ്മള് ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് ചെയ്തു? പരിഗണിച്ചു. നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന കോണും തുല്യമാണ്. കാരണം സമാന കോണുകളായതുകൊണ്ട് തുല്യമാണ്. അതേപോലെ നമുക്കറിയാം ഇവിടെ ഉണ്ടാവുന്ന കോണും എന്താണ്? തുല്യമാണ്. അതും സമാന കോണുകളാണ്. പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കോണും എത്രയായിരിക്കും? 90 ഡിഗ്രിയാണ്. അപ്പൊ ഈ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും തമ്മിൽ എന്തായി? തുല്യമായതുകൊണ്ട് ഇതിന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? തുല്യമാകും. അപ്പൊ എന്തൊക്കെ നമുക്കറിയാം? കോൺ എം എ എന്നും കോൺ സി എം പിയും തമ്മിൽ എന്താണ്? തുല്യം. കാരണം എന്താ? അല്ലെ? സമാന കോണുകളായതുകൊണ്ട് തുല്യം. അപ്പൊ ഈ കോണും തുല്യം. ഇനി ഈ കോണും തുല്യമാണ്. അപ്പൊ എങ്ങനെ ഇതാ? കോൺ എ എം എൻ സമം കോൺ എം സി ബി ആണ്. കാരണം എന്താ? ഇതും സമാന കോണുകളായതുകൊണ്ടാണ് ഇതെന്താണ്? തുല്യമാണ്. ഇനി നമ്മൾക്കറിയാം ഈ കോണും തുല്യാണ്. അത് എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അപ്പൊ എ എൻ എമ്മും കോൺ എം പി സിയും തമ്മിൽ എന്താണ്? തുല്യമാണ്, 90 ഡിഗ്രി. അപ്പൊ എന്ത് കിട്ടി നമുക്കിനി? അല്ലെ, ഇതിനെതിരെ വരുന്ന വശങ്ങളൊക്കെ എല്ലാം തുല്യമായതുകൊണ്ട് പിന്നെ നമുക്കൊരു കാര്യം കൂടി അറിയാം. എ എമ്മും എം സിയും തമ്മിൽ തുല്യാണ്. കാരണം എന്താ? അല്ലെ, ഈ കർണത്തിന്റെ മധ്യബിന്ദുവിലാണ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് തന്നത് എന്ന് എഴുതി. കാരണം എന്താ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എ എമ്മും എം സിയുടെ മധ്യബിന്ദുവാണ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ. അല്ലെ, കർണത്തിന്റെ മധ്യബിന്ദുവിൽ പാദത്തിലേക്ക് ലംബം വരച്ചു. അപ്പൊ ഇത് മധ്യബിന്ദുവാണ്. അപ്പൊ എ എമ്മും എം സി എം എന്താണ്? തുല്യമാണ്. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ എന്തായി മാറി? നമുക്ക് തുല്യമാണെന്ന് കിട്ടി. അപ്പൊ ത്രികോണം എ എൻ എമ്മും ത്രികോണം എം പി സിയും എന്താണ്? എന്നിവ തുല്യാണ്. അപ്പൊ തുല്യ ത്രികോണങ്ങളാണെന്ന് കിട്ടിയത് കൊണ്ട് ഈ വശവും എന്തായിരിക്കും? തുല്യം. അപ്പൊ എം എൻ സമം പി സി എന്ന് പറയാം. നമുക്കറിയാം എം എൻ പി സിയുമായിട്ട് തുല്യാണ്. എം എൻ ആരുമായിട്ടും തുല്യാണ്? ബി പിയുമായിട്ടും തുല്യാണ്. അപ്പൊ സമം ബി പി. എം എൻ സമം പി സി ആണ് എഴുതി. ഈ എം എൻ ആരുമായിട്ടും തുല്യാണ്? ബി സിയുമായിട്ടും തുല്യാണ് എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടി? ബി സി ഈക്വൽ ടു ബി പി എന്ന് പറയാൻ പറ്റി. എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ ബി സി ഇവിടെ മധ്യബിന്ദുവായിട്ടാണ് വരുന്നത്. അപ്പൊ എന്താ ചെയ്ത? പി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ്? ബി സി ഇവിടെ എന്ത് പറയാ? ബി സി ഇവിടെ മധ്യബിന്ദുവാണ്. ആര് വന്നത്? പി ആയതുകൊണ്ട് നമുക്ക് കിട്ടേണ്ട എന്താണ്? ഈ വശത്തിന്റെ പകുതി നീളമായിരിക്കണം എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം ഈ നീളം തുല്യാണെന്ന് അറിയാം. ഏത്? ഈ ബി പിയുടെ നീളവും എം ന്റെ നീളവും തുല്യാണ്. അപ്പൊ നമുക്കറിയാം ബി പി ഈക്വൽ ടു ബി സി നമ്മൾ തൊട്ട് മുമ്പ് എഴുതി. അല്ലെ, എന്താണ്? ബി പി ഈക്വൽ ടു ബി സി ഈക്വൽ ടു ബി പി നമ്മൾ എഴുതി. നമ്മൾ ബി പിനെ എങ്ങനെ എഴുതാൻ പറ്റും? ബി പി സമം എന്താണ്? ബി സിയുടെ പകുതി നീളം ആക്കി എഴുതി കൂടെ? ബി പി ബി പി എന്ന് പറഞ്ഞാൽ ബി സിയുടെ പകുതി നീളമാണ് ഇത്.
അപ്പൊ ബി പി എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് എം എൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട് അല്ലെ? എന്താണ് ബി പി എന്ന് പറഞ്ഞാൽ ആരാ നമുക്ക് അറിയാം? എം എൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടെത്തില്ല. എം എൻ ബി പി തമ്മിൽ തുല്യമാണ്. അപ്പൊ നമുക്ക് കിട്ടിയില്ലേ ബി സിയുടെ പകുതി നീളമാണ് എം എൻ. നമ്മളിപ്പോ തെളിയിച്ചു കഴിഞ്ഞു. സിമ്പിൾ അല്ലേ പ്രൂഫ്? ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ള നമ്മളോട് വലിയ ത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് 3 മൂലകൾക്കുള്ള അകലം തുല്യമാണ് തെളിയിക്കുക. അപ്പൊ ഞാൻ വീണ്ടും ത്രികോണത്തിന് പേര് കൊടുത്തു എ ബി സി എം എൻ. അപ്പൊ ഒരു മൂല ഇതാണ്, ഒരു മൂല ഇതാണ്, ഒരു മൂല ഇതാണ്. അപ്പൊ ഒന്നാമത്തെ മൂല, രണ്ടാമത്തെ മൂല, മൂന്നാമത്തെ മൂല. ഈ ഒന്നാമത്തെ മൂലയും മൂന്നാമത്തെ മൂലയും നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ? കർണത്തിന്റെ മധ്യബിന്ദുവാണ് എം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് ലംബലേക്ക്. അപ്പൊ ഈ നീളവും എന്താണ്? തുല്യമാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എ സിയുടെ എന്താണ് അല്ലെ മധ്യബിന്ദുവാണെന്ന് തന്നിട്ടുണ്ട്. ബിന്ദുവാണ് ആര് തന്നിട്ടുണ്ട്? എം തന്നിട്ടുണ്ട്. അതുകൊണ്ട് എ എമ്മും എം സിയും തമ്മിൽ തുല്യം. അപ്പൊ ഈ നീളവും തുല്യമാണെന്ന് കണ്ടെത്തി. ഇനി എന്ത് കണ്ടെത്തേണ്ടേ ഉള്ളൂ? ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള നീളം എന്താണ്? തുല്യമാണെന്ന് കണ്ടെത്തിയാൽ മതി. ഈ നീളങ്ങൾ തമ്മിൽ തുല്യമാണ്. അപ്പൊ ഞാനിത് എം നിന്ന് ബിയിലേക്കൊരു വര വരച്ചു അല്ലെ? അപ്പൊ നമുക്ക് ത്രികോണങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? ഈ നീളമായിട്ടോ ഈ നീളമായിട്ടോ എന്താണ്? തുല്യമാണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ത്രികോണം എന്താണ്? എ എം എൻ എന്ന ത്രികോണവും ത്രികോണം എം എൻ ബി എന്ന ത്രികോണം തമ്മിൽ നമ്മൾ എടുക്കുക. ഏതൊക്കെയാണ്? ഈ ത്രികോണവും ഈ ത്രികോണവും. ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണ് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം അല്ലെ? ഈ വശത്തിന് ഈ വശവും തമ്മിൽ എന്താണ്? തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആയല്ലോ. അപ്പൊ ആരൊക്കെ ത്രികോണങ്ങളാണ്? ഈ ത്രികോണങ്ങളും ഈ ത്രികോണങ്ങളും. അപ്പൊ ത്രികോണം എ എം എന്നും ത്രികോണം എം എൻ ബിയും എന്നിവ പരിഗണിക്കുക. എന്താണ്? പരിഗണിക്കുക. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങൾ ഞാൻ ഇത് പരിഗണിച്ചു. അപ്പൊ നമുക്കറിയാം ഇവിടെ ഉണ്ടാകുന്ന കോണളവ് 90 ആണ്, ഇവിടെ ഉണ്ടാകുന്ന കോണളവും 90 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്? കോൺ എ എൻ എം സമം എത്രയാണ്? 90. അതേപോലെ കോൺ എം എൻ ബിയും എത്രയാണ്? 90 ആണ്. ഇനി നമുക്കറിയാം എം എൻ അല്ലെ എന്താണ്? പൊതുവായിട്ടുള്ള ഒരു വശമാണ്. അപ്പൊ എം എൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ? പൊതുവശം. പിന്നെ ഇനി എന്തറിയാ? എ എന്നും അല്ലെ പിന്നെ ആരാ? എൻ ബിയും തമ്മിൽ തുല്യമാണ്. എ എന്നും എൻ ബിയും തമ്മിൽ തുല്യം. കാരണം എന്താ? ലംബം ഒരു മട്ടത്രികോണം വരച്ച് അതിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരക്കുന്നു എന്ന് പറഞ്ഞത്. അഥവാ ഇത് വരച്ചു കഴിഞ്ഞാൽ ഈ നീളവും എന്തായിരിക്കും? തുല്യമാണെന്നൊക്കെ അറിയാം. കാരണം എന്താ? എ ബിയുടെ മധ്യബിന്ദുവാണ് എൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? എ എൻ സമം എൻ ബി എന്ന് പറഞ്ഞു. കാരണം എന്താ അല്ലെ? എ ബിയുടെ മധ്യ ബിന്ദുവാണ് ആര്? എൻ. അപ്പൊ എന്ത് കിട്ടി? ത്രികോണം ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും അല്ലെ? ഈ കോണും കിട്ടി അല്ലെ? ഇതിന്റെ പൊതുവായ വശം കിട്ടി, ഇതും കിട്ടി. അപ്പൊ ഇത് ചേരുന്ന കോണും നമുക്കറിയാം അല്ലെ? ഈ വശം അറിയാം, ഈ വശം അറിയാം, അത് ചേരുന്ന കോണും അറിയാം. ഈ വശം അറിയാം, ഈ വശം ഇത് ചേരുന്ന കോണും അറിയാം. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളും എന്ത് ത്രികോണങ്ങളായി അല്ലെ? തുല്യമാണെന്ന് പറയാൻ പറ്റി. അപ്പൊ എന്തൊരു? ത്രികോണം എ എൻ എം ത്രികോണം അല്ലെ എം എൻ ബി എന്നിവ എന്തായി മാറി? തുല്യമെന്ന് പറയാൻ പറ്റി. അപ്പൊ ഈ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും തുല്യം. അപ്പൊ ഈ വശവും തമ്മിൽ എന്തായി? തുല്യായി. അപ്പൊ എ എം സമം എം ബി എന്ന് പറയാൻ പറ്റി. അപ്പൊ തൊട്ട് നമ്മൾ കിട്ടിയിരുന്നു എ എമ്മും എം സിയും തമ്മിൽ തുല്യാണ്. അപ്പൊ എന്ത് കിട്ടി? എ എം ഈക്വൽ ടു എം സി ഈക്വൽ ടു എം ബി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ 3 വശങ്ങളും ഇവിടെ തുല്യമാണെന്ന് കണ്ടെത്തി. ഒന്നുമില്ല, ഈ ത്രികോണം തുല്യമാണ് കണ്ടെത്തി എന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഈ വശം തുല്യമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ വശവും തമ്മിൽ എന്തായിരിക്കും? തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇതില് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രവും കർണത്തിന്റെ മധ്യബിന്ദുവാണ് തെളിയിക്കാനാ പറഞ്ഞത്. അപ്പൊ തൊട്ടു മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു എന്തായിരുന്നു അല്ലെ? എ എമ്മും എം സിയും എം ബിയും തമ്മിൽ തുല്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കർണത്തിന്റെ മധ്യബിന്ദു എം കേന്ദ്രമാക്കിയ ഒരു വൃത്തം വരച്ചാൽ എന്താണ്? ഈ വൃത്തം
ത്രികോണം എ സി ബിയുടെ പരിവൃത്തമായിരിക്കും എം ഒരു പരിവൃത്ത കേന്ദ്രമായിരിക്കും എന്ന് പറയാം. അല്ലെ എന്ത് പറഞ്ഞത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതില് അല്ലെ ഇത് കേന്ദ്രമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പോയിട്ട് എന്ത് വരും? ഇങ്ങനെ കൃത്യമായിട്ട് എയുടെയും ബിയുടെയും കടന്നു പോകും. എല്ലാത്തിന്റെയും എന്തായിരിക്കും? ആയി വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താ കിട്ടിയ നമുക്ക് ആൻസർ? അതായത് ഒരു മട്ടത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം കർണത്തിന്റെ മധ്യബിന്ദുവാണെന്ന് നമ്മൾ തെളിയിച്ചു. ഒന്നുമില്ല, എ എമ്മും എം സിയും എം ബിയും തമ്മിൽ തുല്യമായത് കൊണ്ട് അല്ലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് അല്ലെ കോമ്പസിന്റെ നീളം നോക്കി നിങ്ങള് അല്ലെ ഇവിടുന്നില്ലേ കോമ്പസ് ഇങ്ങോട്ട് എടുത്താലും കോമ്പസിന്റെ നീളം ഇങ്ങോട്ട് എടുത്താലും ഒക്കെ തുല്യല്ലേ? അപ്പൊ ഇത് എന്താണ്? സെൻട്രലാണ് വരിക. അങ്ങനെ വൃത്തം പരിവൃത്ത കേന്ദ്രമായിരിക്കും നമുക്ക് വരിക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ഹോംവർക്ക് ഉണ്ട്. ഹോംവർക്ക് ഞാൻ ചെയ്യുന്നത്, ഞാൻ ചെയ്തു തരികയാണ് ചെയ്യുന്നത്. നമ്മൾ അല്ലെ ഇതേ ആ റിസൾട്ട് നമ്മൾ ഒരു പ്രോബ്ലം ആയി ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ചിത്രത്തിൽ ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ മധ്യബിന്ദുവിൽ നിന്ന് പാദത്തിലേക്ക് ലംബം വരച്ചിരിക്കുന്നു. പിന്നെ വലിയ മട്ടത്രികോണത്തിന്റെ മൂന്നാം വശത്തിന്റെ നീളം ചെറിയ ത്രികോണത്തിന്റെ വശത്തിന്റെ നീളം കണക്കാക്കുക. ഈ ലംബ വശങ്ങളും ഈ ചെറിയ ത്രികോണത്തിന്റെ എല്ലാ വശങ്ങളും എന്ത് ചെയ്യണം? കാണാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പൊ ഞാൻ ഈ ത്രികോണത്തെ കണ്ട് മാറ്റി വരച്ചു. ഇനി പേര് കൊടുത്തു എ ബി സി എം എൻ. നമുക്ക് തന്നിക്കണ ആരൊക്കെയാണ്? നമുക്ക് അല്ലെ എ ബി സമം 8 സെന്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ എ സി സമം 10 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. പിന്നെ നമുക്കൊരു അറിയുന്ന കാര്യമുണ്ട്. എന്താണ്? അല്ലെ എ സിയുടെ മധ്യബിന്ദുവാണ് എം എന്നാണ്. അല്ലെ എ സിയുടെ മധ്യ ബിന്ദുവാണ് ആര്? എം. അങ്ങനെ ആയതുകൊണ്ട് എ എമ്മും എം സിയും തമ്മിൽ തുല്യാവും. അപ്പൊ 10ന്റെ പകുതി ഓരോന്നാവില്ലേ? ഇവിടെ 5ഉം 5ഉം. അപ്പൊ എത്ര കിട്ടി? 5 സെന്റിമീറ്റർ ആണ് അവിടെ കയറി വന്നത്. ഇനി ഇതേപോലെ നമുക്ക് താഴെയും പറഞ്ഞൂടെ? അല്ലെ എ ബിയുടെ മധ്യ ബിന്ദുവാണ് ആര് പറഞ്ഞത്? അല്ലെ എൻ. അങ്ങനെ ആവുമ്പോ എ എന്നും എൻ ബിയും തമ്മിൽ എന്താവും? തുല്യാവും. അപ്പൊ 8ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 4ഉം 4. അപ്പൊ സമം 4 സെന്റിമീറ്റർ ആണ് വരുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഇവിടെ ഒരു ചെറിയ ത്രികോണം ഉണ്ട്. ഏതായാലും ത്രികോണം എ ബി സി എന്ന ത്രികോണം ഞാൻ അങ്ങോട്ട് മാറ്റി വരച്ചു. ഞാൻ ഈ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഈ വശത്തിന്റെ നീളം കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പൊ ത്രികോണം എ ബി സി എന്ന് എന്ത് ചെയ്തു? ഞാൻ ഇവിടുന്ന് മാറ്റി വരച്ചു. അപ്പൊ നമുക്കറിയാം ത്രികോണം എ ബി സി എന്ന് പറയുമ്പോൾ നമുക്കൊരു മട്ടത്രികോണാണ് വന്നിട്ടുള്ളത്. അപ്പൊ പറഞ്ഞാൽ കർണം എന്ന് പറഞ്ഞാൽ 10 സെന്റിമീറ്ററും പാദം എന്ന് പറഞ്ഞാൽ 8 സെന്റിമീറ്ററും ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ലംബ വശം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിക്കുക. എന്താ? അല്ലെ കർണ സ്ക്വയർ പാദം അല്ലെ കർണ സ്ക്വയർ ആണ് എ സി സ്ക്വയർ സമം പാദം എന്നാണ് എ ബി സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ബി. അപ്പൊ 10 സ്ക്വയർ സമം 8 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. ഇനി 10ന്റെ വർഗം എന്ന് പറഞ്ഞ എത്രയാണ്? 100. 8ന്റെ വർഗം 64 കൂട്ടണം ബി സി സ്ക്വയർ. അപ്പൊ ബി സി സ്ക്വയർ സമത്രയായി 100 കുറക്കണം 64 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. അപ്പൊ ബി സി എന്ന് പറഞ്ഞാൽ √36. √36 എത്രയാണ്? 6 സെന്റിമീറ്റർ. അപ്പൊ ഈ നീളം എത്ര കിട്ടി? 6 സെന്റിമീറ്റർ ആണ് നമുക്ക് ബി സി കിട്ടിയത്. അടുത്ത് എന്ത് ചെയ്യാ? ഈ ചെറിയ ത്രികോണം ഏത് ത്രികോണം എ എൻ എം എന്ന ത്രികോണം നമുക്ക് മാറ്റി വരയ്ക്കും. അപ്പൊ വീണ്ടും ത്രികോണം ഏതാണ്? ത്രികോണം എ എൻ എം എന്ന ത്രികോണം. അതിൽ കർണം എന്ന് പറഞ്ഞാൽ ആരാണ്? എ എം സ്ക്വയർ ആണ്. പാദം എന്ന് പറയുമ്പോ എ എൻ സ്ക്വയർ ആണ്. അല്ലെ ലംബം എന്ന് പറയുമ്പോ എം എൻ ആണ്. അപ്പൊ എ എം എന്ന് പറയുമ്പോ 5ന്റെ വർഗം അല്ലെ എ എന്ന് പറഞ്ഞാൽ 4ന്റെ വർഗം പ്ലസ് എം എൻ സ്ക്വയർ. അപ്പൊ 25 സമം 16 കൂട്ടണം എം എൻ സ്ക്വയർ. അപ്പൊ എം എൻ സ്ക്വയർ സമത്രയായി 25ന്ന് 16 കുറക്ക. 25ന്ന് 16 കുറച്ച എത്ര? 9. അപ്പൊ എം എൻ എന്ന് പറഞ്ഞാൽ √9. √9 എത്രയാണ്? 3 സെന്റിമീറ്റർ. അപ്പൊ നമ്മള് കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് വെച്ച് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ളൂ. ഇത് എത്രയായി? 3 സെന്റിമീറ്റർ ആയി മാറി. ശരിയല്ലേ? 6ന്റെ പകുതി ആയിരിക്കും നമുക്ക് പറയാൻ പറ്റി. ഇനി നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഹോംവർക്ക് ആയിരുന്നു, പക്ഷെ അത് ചെയ്തു തന്നു എന്നുള്ളൂ ഞാന്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏത് സമഭുജ ത്രികോണത്തിന്റെയും പരിവൃത്ത കേന്ദ്രം, ലംബ കേന്ദ്രം, മധ്യമ കേന്ദ്രം
ഇവയെല്ലാം ഒരേ ബിന്ദുവിലാണെന്ന് തെളിയിക്കുക. അപ്പൊ എന്താണ് ഒരു സമഭുജ ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രം? പരിവൃത്ത കേന്ദ്രം എന്ന് പറയുമ്പോൾ ഒരു ത്രികോണം വരച്ച് അതിന്റെ അകത്തായിരിക്കണം കേന്ദ്രം വരിക. അത്രേ ഉള്ളൂ ഉദ്ദേശിച്ചത്. ലംബ കേന്ദ്രം, മധ്യമ കേന്ദ്രം ഇവയെല്ലാം ഒരേ ബിന്ദുവിലാണെന്ന് തെളിയിക്കണം. ലംബ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഇതിന് ലംബമായിട്ട് പതിക്കുന്ന രീതിയാണ്. അപ്പൊ ഞാൻ ഇതൊരു സമഭുജ ത്രികോണം വരച്ചു. ഇനി ഇതിന് പേര് കൊടുത്തു ABC. ഞാൻ എന്ത് ചെയ്യാണ്? എന്നൊരു ലംബം വരക്കാണ് BCയിലേക്ക്. അതിന്റെ ബിയിൽ നിന്ന് ഒരു ലംബം വരക്കാണ് അതിലേക്ക്, അല്ലെ, ACയിലേക്ക്. അതിന് Q കൊടുത്തു. അതേപോലെ സിയിൽ നിന്ന് ഒരു ലംബം വരച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിന്ദു എന്തായി മാറിയപ്പോ, അല്ലെ, എന്തായി? എല്ലാം ഇവിടെ നമുക്കറിയാം എന്താണ്, ലംബ കേന്ദ്രമാണെങ്കിൽ ഇവിടെ ലംബം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ 90 ഡിഗ്രി ആണ്. ഇവിടെയും എന്താണ് 90 ഡിഗ്രി ആണ്. ഇവിടെയും 90 ആണ്. ഓക്കെ. പിന്നെ എന്ത് അടുത്ത പറയുന്നത്? ലംബമായി ആണ് ഇതിന് സമഭാഗം ചെയ്താൽ മതി. അപ്പൊ ലംബ കേന്ദ്രം കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ ലംബ കേന്ദ്രമായി വന്നു. കാരണം എന്താണ്? ഒരു സമഭുജ ത്രികോണത്തിന്റെ എന്താണ്, അല്ലെ, പരിവൃത്ത കേന്ദ്രവും ലംബ കേന്ദ്രവും മധ്യമ കേന്ദ്രവും എല്ലാം തുല്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതൊക്കെ ലംബമായി പതിച്ചെന്നുള്ളൂ. അപ്പൊ നമുക്കറിയാം സമഭുജ ത്രികോണത്തിന്റെ ഇത് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ AC മധ്യബിന്ദുവാണ് Q എന്ന് പറയാം. അതേപോലെ ഇതിന് ലംബം വരച്ചാൽ BC മധ്യബിന്ദുവാണ് C എന്ന് പറയാം. അതേപോലെ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ AB മധ്യബിന്ദുവാണ് R എന്ന് പറയാം. അപ്പൊ ഈ ബിന്ദു എന്തായി മാറി? അല്ലെ, മധ്യമ കേന്ദ്രമായി മാറി. പിന്നെ ഇത് ഇവിടുന്നുള്ള ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ട് നീളവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇതെന്തായി? ഒരു പരിവൃത്ത കേന്ദ്രമായി വന്നു. അപ്പൊ ഇതൊക്കെ പറഞ്ഞ് നമുക്കൊന്ന് എഴുതാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ ത്രികോണം ABC എന്നൊരു സമഭുജ ത്രികോണമാണെന്ന് പറഞ്ഞു. ഇനി Aയിൽ നിന്ന് BCയിലേക്ക് ലംബം വരക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്താവും? കോൺ ABP യും കോൺ APC എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, അല്ലെ? ഈ കോണും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് അതുപോലെ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം? ഈ BP എന്ന നീളവും BC എന്ന നീളം എന്തായിരിക്കും? തുല്യമാണെന്ന് പറയാം. അപ്പൊ അതായത് AB ഉന്നതി കൂടാതെ ആര് കൂടി വന്നു? ഇതിന് തുല്യമാണെന്ന് കിട്ടി. ക്ലിയറല്ലോ? ഇനി അതുകൂടിയും എന്ത് പറയാം? പിന്നെ ഒന്നുകൂടി പറയാം. എന്ന ബിന്ദു BC സമഭാഗം ചെയ്യുന്നു എന്ന്, അല്ലെ, BC സമഭാഗം ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ AB എന്ന് വര എന്തായി? നടുവരയായി. ഈ നടുവര വരാൻ കാരണം മധ്യമ കേന്ദ്രം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടുവര കൊണ്ടുവന്നത്. അപ്പൊ AP എന്ന് പറഞ്ഞ എന്തായി? ഒരു നടുവരയായി മാറി. ഇനി അതേപോലെ നമ്മൾ എന്ത് ചെയ്തു? AP എന്ന വരക്ക് BCക്ക് ലംബവും സമഭാഗമായതിനാൽ ഇത് ലംബ സമവാക്യാണ്, അല്ലെ? അപ്പൊ ഇതെന്താണ്? ഒരു ലംബ സമവാക്യാണെന്ന് പറയാൻ പറ്റി. ഇനി ഇത് പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ നമുക്ക്? ഇപ്പൊ BCക്ക് ഞാൻ പറഞ്ഞു, അതേപോലെ എന്ത് പറയാ? AC-ക്കും പറയാ, AB-ക്കും ഒന്ന് പറഞ്ഞ് നമ്മൾ നിർത്തി കഴിഞ്ഞാൽ എന്ത് പറയാം? ഇതുപോലെയാണ് BQCR എന്നീ വരയ്ക്ക് ഇവയുടെ കൂട്ടിമുട്ടുന്ന ബിന്ദുവായ പരിവൃത്ത കേന്ദ്രവും ലംബ കേന്ദ്രവും മധ്യമ കേന്ദ്രവും ഒരേ ബിന്ദുവിലാണെന്ന് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഒന്നിനെ പറ്റിയാ പറഞ്ഞിട്ട് ഇങ്ങനെ ലംബമായി പതിക്കുമ്പോ ഈ നീളവും എന്തായി? തുല്യം. അപ്പൊ എന്താണ്, അല്ലെ, നമ്മുടെ മധ്യബിന്ദുവിൽ മുട്ടി എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഈ വര എന്തായി മാറി? നടുവരയായി മാറി. അപ്പൊ എന്ത് പറയും? ഇതിന് മധ്യമ കേന്ദ്രം എന്ന് പറയാൻ പറ്റും. അതേപോലെ എന്ത് പറയാ? ലംബ കേന്ദ്രം എന്ന് പറയാൻ പറ്റും. പിന്നെ പരിവൃത്ത കേന്ദ്രവും എന്ന് പറയാൻ പറ്റും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? ചിത്രത്തിലെ ത്രികോണത്തിന്റെ നടുവരകൾ 6 ചെറു ത്രികോണങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്നു, അല്ലെ? നടുവര ഇതാണ്. പിന്നെ അടുത്ത നടുവര ഏതാ? ഇതാണ്. പിന്നെ നടുവര ഇതാണ്. ഈ 6 ത്രികോണങ്ങളെയും ഒരേ പരപ്പളവാണ് തെളിയിക്കാനാ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം നടുവരകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയാൻ 2:1 ആണ്. ഇത് 2:1 ആണ്. ഇത് 2:1 ആണ്. അല്ലെ, നടുവര എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ടാവും, ഇവിടെ കൃത്യമായി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാവും 1ഉം ഇവിടെയും 1ആയി മാറും. നമ്മൾ 6 ത്രികോണങ്ങളും എന്താണ്, അല്ലെ, ഒരേ പരപ്പളവാണ് തെളിയിക്കാൻ. അപ്പൊ ഇതൊക്കെ ഒരേപോലെ തന്നെയാണ് ബാക്കി വരുന്നത്, അല്ലെ? ഇവിടെ നോക്കി, ഇവിടെ 2, 1, 2, ഇവിടെ 1, 1, 2, അല്ലെ? ഇനി ഇവിടെയും 1 ആയിരിക്കും വരിക, ഇവിടെയും 1 ആണ്. കാരണം മധ്യത്തിലാണ് കട്ട് ചെയ്യുന്നത്, ഇത് മധ്യത്തിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പൊ 1, 1. അപ്പൊ ഈ ത്രികോണത്തിന്റെ പരപ്പളം, ഇതിന് ത്രികോണത്തിന്റെ പരപ്പളം, ഇത് ത്രികോണത്തിന്റെ പരപ്പളം, ഇത് ത്രികോണത്തിന്റെ പരപ്പളം, ഈ ത്രികോണത്തിന്റെ പരപ്പളം, ഈ ത്രികോണത്തിന്റെ പരപ്പളം ഒക്കെ തുല്യമാണെന്ന് കണ്ടെത്തി. അപ്പൊ ഒരാളെ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഞാൻ ഈ ഇവിടെ ഉണ്ടാകുന്ന ത്രികോണത്തിന്റെ പരപ്പളമാണ് കാണാൻ പോകുന്നത്. ഇത് ഞങ്ങൾ മാറ്റി വരച്ചു. ഇതിന് പേര് കൊടുക്കുകയാണ്. ABC എന്ന് പേര് കൊടുത്തു. പിന്നെ PQR എന്ന് കൊടുത്തു. ഈ മധ്യവര, അപ്പൊ മധ്യവരകൾ ആരാണ്? CP-യും AQ ആണ്. RB-യും മധ്യവരകളാണ്. ഇതിനെ കൂട്ടിമുട്ടി എന്ത് പറയണത്? മധ്യമ കേന്ദ്രത്തിന് ഞാൻ എന്ത് കൊടുത്തു? M എന്ന് പേര് കൊടുത്തു. ഇവിടെ ഉണ്ടാവുന്ന, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ്? 2 ആണ്, ഇവിടെ 1 ആണ്, ഇത് 2 ആണ്, 1 ആണ്.
ഇവിടെ 1 ഉം 1. അപ്പൊ ഞാൻ എടുക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു ഇതാ ഈ ത്രികോണം തെളിയിക്കാൻ പോകും, ഇതിന്റെ പരപ്പളവ് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒന്നാണെന്ന് പറയും. ഇവിടെ തമ്മിൽ അംശബന്ധം എങ്ങനെ നമുക്ക് പറയാം അല്ലെ? എ പി അംശബന്ധം പി ബി സമം എത്രയാണ്? 1:1. നമുക്ക് ഈ ത്രികോണം എവിടെ കിടക്കുന്നത്? ത്രികോണം എ പി സിയുടെ അകത്താണ്. ഇനി എ പി സി എവിടെ കിടക്കുന്നത്? ത്രികോണം എ ബി സിയുടെ അകത്താണ്. അപ്പൊ അങ്ങനെ രീതിയിൽ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത് എന്ത് ചെയ്യാണ്? എ പി സിയുടെ അകത്താണ് ഈ എ പി എം എന്ന ത്രികോണം. അപ്പൊ ആദ്യം ഞാൻ എ പി സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പോവാണ്. അപ്പൊ ത്രികോണം എ പി സിയുടെ പരപ്പളവ് സമം 1/, അല്ലെ, ഒന്നുകൂടി ഒന്ന് കൂട്ടുക, ഇൻറ്റു ത്രികോണം എ ബി സി, അല്ലെ, മുഴുവൻ ത്രികോണം എ ബി സിയുടെ എന്താണ്? പരപ്പളവ്. അപ്പൊ എന്തായി? 1/2 ഇൻറ്റു ത്രികോണം എ ബി സിയുടെ എന്തായി? പരപ്പളവ്. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോണേ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കാണാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ പാദം എന്ന് പറഞ്ഞാൽ 1 പിന്നെ ഇവിടെ വരുന്ന 2 ആണ്, അല്ലെ, 2. അപ്പൊ എങ്ങനെ അംശബന്ധം? പി എം അംശബന്ധം സി എം സമം എത്രയാണ്? 1:2 എന്ന അംശബന്ധമാണ് വരുന്നത്. അപ്പൊ എന്താണ് അല്ലെ? പി എം അംശബന്ധം, അതേപോലെ അല്ലെ എം സി എന്ന് പറഞ്ഞാൽ 2:1. നമ്മൾ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് എഴുതാൻ പോവാണ്. അപ്പൊ ത്രികോണം നമ്മൾ ഒന്നേ കഴിക്കണം എ പി എം യുടെ പരപ്പളവ് സമം, ഇവിടെ എന്താണ്? 1 ആണ്. 1 ഹരിക്കണം 1 കൂട്ടണം 2, 1 കൂട്ടണം 2, അല്ലെ, ത്രികോണം ആരുമായിട്ട് പരപ്പളവാണ്? എ പി സിയുടെ പരപ്പളവ്. അപ്പൊ സമം 1/3 ഇൻറ്റു ത്രികോണം എ പി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞത് എത്രയാണ്? 1/2 ഇൻറ്റു ത്രികോണം എ ബി സിയുടെ എന്തായി? പരപ്പളവായി മാറും. അപ്പൊ എത്ര കിട്ടി? 1/6 ത്രികോണം എ ബി സിയുടെ പരപ്പളവായി മാറി. അപ്പൊ എന്ത് കിട്ടി? ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/6 പരപ്പളവ് ആരുമായിട്ട്? ത്രികോണം എ ബി സിയുമായി. അപ്പൊ ഈ അടുത്തതും എന്തായി? 1/6 എന്നായി. ഇതും 1/6 ആവും. ഇതും എന്തായി? 1/6 ആവും. ഇതും 1/6 ആവും. ഇതും എന്തായി? 1/6, അല്ലെ, ത്രികോണം എ ബി സിയുടെ പരപ്പളവുമായിട്ട് വന്നു. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതേപോലെ അടുത്തും കണ്ടിച്ചാൽ മതി. നമ്മൾ ആദ്യം ചെയ്തത് ഇതിന്റെ അംശബന്ധം എടുത്തു. അതെടുക്കാൻ എന്താ? എ പി സിയുടെ ആദ്യം പരപ്പളവ് കാണണം, എന്നിട്ടാണ് അതിന്റെ അകത്ത് കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ത്രികോണം എ ബി സിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ത്രികോണം എ ബി സിയുടെ പരപ്പളവ്. ഈ 2 വന്നത് ഈ തമ്മിൽ അംശബന്ധങ്ങൾ തമ്മിൽ കൂട്ടി. ഇനി അടുത്തതാണ് ഈ പി എം അംശബന്ധം എം സി ആണ്. അപ്പൊ ഇവിടെ ആരാണ്? ഇതാണ് കിട്ടേണ്ടത്. അപ്പൊ എം ഇവിടെ എത്ര വരെ? 1 ആണ്. അപ്പൊ 1 ഹരിക്കണം ഇത് 1 കൂട്ടണം 2, 1/2 ഇത് ത്രികോണം എ ബി സിയുടെ പരപ്പളവായി വന്നു. അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിരുന്നു എ പി സിയുടെ പരപ്പളവ് 1/2. അപ്പൊ 1/3 ഇൻറ്റു 1/2 എന്ന് പറഞ്ഞ ത്രികോണം എ ബി സി ആണ്. അപ്പൊ 1/6 ത്രികോണം എ ബി സിയുടെ പരപ്പളവായി വന്നു. ഇതേപോലെ മറ്റു ചില ത്രികോണവും പരപ്പളവും എന്തായിരിക്കും? 1/6 അല്ലെ ഭാഗങ്ങളാണെന്ന് കാണാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി ഇതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ചിത്രത്തിലെ ത്രികോണത്തിൽ മധ്യമ കേന്ദ്രവും 3 മൂലകളും യോജിപ്പിച്ച് ത്രികോണത്തിനെ 3 ചെറിയ ത്രികോണങ്ങളാക്കി ഭാഗിച്ചിരിക്കുന്നു. അല്ലെ, നേരത്തെ കണ്ട പോലെ തന്നെയാണ്. 3 ത്രികോണത്തിൽ ഒരേ പരപ്പളവാണ് തെളിയിക്കാനാ പറഞ്ഞത്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ കണ്ടപ്പോ എന്തായിരുന്നു? അല്ലെ, ഇങ്ങോട്ടൊരു വര ഉണ്ടായിരുന്നു, അല്ലെ, അതേപോലെ ഇങ്ങോട്ടൊരു വര, ഇങ്ങോട്ടൊക്കെ വര ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഇങ്ങോട്ടൊന്ന് യോജിപ്പിച്ചാൽ മതി, അല്ലെ, ഇതിനെങ്ങനെ യോജിപ്പിക്കുക, ഇതിനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പൊ അതേപോലെ അപ്പൊ ഞാൻ ഇങ്ങോട്ട് യോജിപ്പിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ വരച്ചത് പോലെ ആയല്ലോ, അല്ലെ, ഈ ത്രികോണത്തെ പോലെ ആയി. അപ്പൊ നമുക്കറിയാം ഇതിന് ഓരോന്നിനെയും നമുക്ക് പരപ്പളവുകൾ തൊട്ട് മുമ്പ് കണ്ടെത്തി 1/6 1/6 1/6 1/6 1/6 എന്ന് പറഞ്ഞാൽ ഈ രണ്ടും ചേർന്നതാണ് നമുക്ക് ഇത് വരുന്നത്, ഇത് ഒഴിവാക്കി കിട്ടുന്നത്. ഇത് രണ്ടും ചേർന്നതാണ് ഇത് മൊത്തം വരുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നത്? ഇത് രണ്ടും എന്ത് ചെയ്യുക? കൂട്ടുക. ഇത് രണ്ടും കൂട്ടുക. ഇത് രണ്ടും കൂട്ടുക. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? അല്ലെ, ത്രികോണം ഏറെ നമുക്ക് പേര് കൊടുത്തിട്ടുണ്ട്, എ ബി സി എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ഇതിന് നേരത്തെ കൊടുത്ത അതേ പേര് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, യാതൊരു മാറ്റമില്ല. ത്രികോണം എ എം ബി യുടെ പരപ്പളവ് സമം എന്താണ്? ത്രികോണം എ പി എം യുടെ പരപ്പളവ് കൂട്ടണം
ത്രികോണം ആരാണ് ത്രികോണം വരുന്നത്? പി എം ബിയുടെ പരപ്പളവ്. ഇവിടെ പരപ്പളവ് എത്ര കിട്ടി? 1/6 കൂട്ടണം 1/, അല്ലെ? ഇത് 1/6 കൂട്ടണം 1/6 എത്രയായി? 2/6 എന്ന് പറഞ്ഞാൽ 1/3. അപ്പൊ ഇത് ഭാഗം കഴിഞ്ഞു. ഇനി ആരാണ് ത്രികോണം ബി എം സി, അല്ലെ? ഫസ്റ്റ് നമ്മൾ എടുത്തത് ഏതായിരുന്നു? എ എം ബി യുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കൂട്ടണം ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അടുത്ത് ചെയ്യുന്നത് ബി എം സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ പരപ്പളവ് കൂട്ടണം ഈ ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ ത്രികോണം ബി എം സിയുടെ പരപ്പളവ് സമം എന്താണ്? ത്രികോണം ബി എം ക്യൂയുടെ പരപ്പളവ് കൂട്ടണം ത്രികോണം എം ക്യു സിയുടെ പരപ്പളവ്. അപ്പൊ എത്ര കിട്ടി? 1/6 കൂട്ടണം 1/6 എന്ന് പറഞ്ഞാൽ 2/6 എന്ന് പറഞ്ഞാൽ 1/3. ഇനി അടുത്തെന്താണ്? ഈ രണ്ട് ത്രികോണത്തിന്റെയും പരപ്പളവ് എ എം സി എന്ന ത്രികോണത്തിന്റെ പരപ്പളവ്. അപ്പൊ ത്രികോണം ഏതാണ്? എ എം സിയുടെ പരപ്പളവ് സമം എങ്ങനെ ഇതാ ഈ ത്രികോണം ഏതാ? ത്രികോണം എ എം ആറുടെ പരപ്പളവ് കൂട്ടണം ത്രികോണം എം ആർ സിയുടെ പരപ്പളവ്. അപ്പൊ എന്ത് കിട്ടി? 1/6 കൂട്ടണം 1/6 കൂട്ടും 2/6 സമം 1/3. അപ്പൊ എല്ലാത്തിന്റെയും പരപ്പളവ് നമുക്ക് എന്ത് കിട്ടി? തുല്യമാണെന്ന് കണ്ടെത്തി, അല്ലെ? എന്ത് കിട്ടി? ഈ ത്രികോണത്തിന് ത്രികോണം എ എം ബിയുടെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ പരപ്പളവ് സമം എത്ര കിട്ടി? 1/3. അടുത്തത് ബി എം സിയുടെ പരപ്പളവ് ത്രികോണം ബി എം സിയുടെ പരപ്പളവ് എത്ര കിട്ടി? അതും 1/3 അല്ലെ 1/3. അടുത്ത എ എം സിയുടെ പരപ്പളവ് ത്രികോണം എ എം സിയുടെ പരപ്പളവ് അതും 1/3. അപ്പൊ എല്ലാം എന്ത് കിട്ടി നമുക്ക്? അല്ലെ 1/3. അപ്പൊ ത്രികോണം എ എം ബിയുടെ പരപ്പളവ് സമം ത്രികോണം ബി എം സിയുടെ പരപ്പളവ് സമം ത്രികോണം ആരാണ്? അല്ലെ എ എം സിയുടെ പരപ്പളവ് സമം എത്രയാണ്? 1/3 ആണെന്ന് നമുക്ക് പറയാൻ പറ്റി. ഇനി ഇതിൽ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ നീല ത്രികോണത്തിന്റെ മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചാണ് ചെറിയ പച്ച ത്രികോണം വരച്ചിരിക്കുന്നത്, അല്ലെ? ഇതിനെ മധ്യബിന്ദു യോജിപ്പിച്ചാണ് ഈ പച്ച ത്രികോണം അപ്പൊ ഇതിന്റെ മധ്യബിന്ദു ഇതാണ്, ഇതിന്റെ മധ്യബിന്ദു ഇതാണ്, ഇതിന്റെ മധ്യബിന്ദു ഇതാണ്. ചുവന്ന വര വലിയ ത്രികോണത്തിന്റെ ഒരു നടുവരയാണ്, ഇതിന്റെ ഒരു നടുവരയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇത് മധ്യബിന്ദു തന്നെ കടന്നു വരും. അപ്പൊ എന്ത് പറയണ്ടേ? ഈ നടുവര ചെറിയ ത്രികോണത്തിന് മുകൾ വശത്തെ സമഭാഗം ചെയ്യുന്നു എന്നാണ്. ഇപ്പൊ ഈ വശവും നീളവും ഈ വശത്തിന്റെ നീളവും തുല്യമാണ് തെളിയിക്കാൻ നമ്മൾ പറഞ്ഞത്. ഏത്? ഈ വശത്തിന്റെ നീളവും ഈ വശത്തിന്റെ നീളവും തുല്യമാണ് തെളിയിക്കാൻ സമഭാഗം ചെയ്യുന്നു എന്ന് പറഞ്ഞതാണ്. പിന്നെ രണ്ടാമത്തെ വലിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രവും ചെറിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രവും തുല്യമാണെന്ന് തെളിയിക്കുക. ഇതിന്റെ ഈ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കണം, അഥവാ ഇതിന്റെ നടുവര വരയ്ക്കുക, അല്ലെ? ഇതിന്റെ നടുവര വരച്ചാൽ തുല്യമാണെന്ന് കണ്ടെത്താനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ഒന്നാമത്തെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? ഈ നടുവര ചെറിയ ത്രികോണത്തിന്റെ മുകളിൽ ഈ വശവും തുല്യമാണെന്ന് തെളിയിക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്തു? അല്ലെ വരച്ചു. അതിന് പേര് കൊടുക്കുകയാണ്. എ ബി സി എന്ന് പേര് കൊടുത്തു. ഈ ബിന്ദുവിന് എന്ത് കൊടുത്തു? എം എന്ന് പേര് കൊടുത്തു. അതേപോലെ ബാക്കി പി ക്യു ആർ എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെ നമുക്ക് നോക്കുമ്പോ എന്ത് കിട്ടുന്നുണ്ട്? അല്ലെ എ ബി എന്ന മധ്യബിന്ദുവിലാണ് ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അതേപോലെ ക്യൂ എന്നൊരു മധ്യബിന്ദുവിലാണ്, ആർ എന്ന മധ്യബിന്ദു. നമ്മൾ ത്രികോണത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് ത്രികോണ ഭാഗം എന്ന് പറഞ്ഞത് നമ്മൾ തെളിയിച്ചിട്ടുണ്ടായിരുന്നു. സമാന്തരപരമായിട്ട് തെളിയിച്ചിരുന്നു. അല്ലെ എ ബിക്ക് സമാന്തരമായി ആര് വന്നപ്പോ? ആർ ക്യു വന്നു. പിന്നെ എന്ത് വന്നു? അല്ലെ ബി സിക്ക് സമാന്തരമായി ആര് വന്നു? ആർ പി വന്നു. ഇനി എ സിക്ക് സമാന്തരമായി പി ക്യു വന്നു. അല്ലെ ശരിയല്ലേ? കാരണം ഇതൊക്കെ മധ്യബിന്ദുവിലേക്ക് കടന്നു വന്നത് കൊണ്ട് കിട്ടി. അതേപോലെ നമുക്ക് എന്ത് പറയാം? എ സിയുടെ പകുതി നീളമാണ് പി ക്യു എന്ന് പറയാൻ പറ്റി. ബി സിയുടെ പകുതി നീളമാണ് പി ആർ എന്ന് പറയാൻ പറ്റി. അതേപോലെ എ ബിയുടെ പകുതി നീളമാണ് ക്യു ആർ എന്ന് പറയാൻ പറ്റി. ഇതൊക്കെ പാഠം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആയി കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തി? ഒരു ത്രികോണത്തിന്റെ രണ്ട് വശം കൂടെ മധ്യബിന്ദുക്കൾ ആ റിസൾട്ട് എഴുതിയെന്നുള്ളൂ. യോജിപ്പിക്കുന്ന വര മൂന്നാമത്തെ വശത്തിന് സമാന്തരമാണെന്നും പഠിച്ചിട്ടുണ്ട്. കൂടാതെ അതിന്റെ നീളങ്ങൾ മൂന്നാമത്തെ വശത്തിന്റെ നീളത്തിന്റെ പകുതിയാണെന്നും നമ്മൾ പറഞ്ഞു. ഇനി എന്താ നമ്മൾ തെളിയിക്കാൻ പറയണത്? ഈ ആർ എം
അതും എം ക്യൂവും തമ്മിൽ എന്താണ് പകുതിയാണ് തെളിയിക്കാനാ പറഞ്ഞത് അല്ലെ എന്താണ് അല്ലെ പകുതി നീളമാണെന്ന് കിട്ടണം. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ നിയമങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ അതാണ് നമ്മൾ ഇവിടെ നിർത്തി എഴുതിയത് എന്തായിരുന്നു അല്ലെ ബി സിക്ക് സമാന്തരമാണ് പി ആർ എന്ന് പറഞ്ഞു. അതെങ്ങനെ കിട്ടിയത് ഈ പി ആർ ക്യു ഒക്കെ എന്താണ് മധ്യബിന്ദു ആയതുകൊണ്ടാണ് അങ്ങനെ കണ്ടീഷൻ. അപ്പൊ എ ബിക്ക് സമാന്തരമാണ് ആർ ക്യു എന്ന് പറഞ്ഞു, ബി സിക്ക് സമാന്തരമാണ് പി ആർ എന്ന് പറഞ്ഞു, എ സിക്ക് സമാന്തരമാണ് പി ക്യു എന്നൊരു പറയുന്നത് എ ബിക്ക് സമാന്തരമാണ് ആർ ക്യു, ബി സിക്ക് സമാന്തരമാണ് പി ആർ എന്ന് പറഞ്ഞു, എ സിക്ക് സമാന്തരമാണ് പി ക്യു എന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് നമുക്ക് പറയാം അല്ലെ എ ബിയുടെ പകുതി നീളമായിരിക്കും ക്യു ആർ, അതേപോലെ എ സിയുടെ പകുതി നീളമായിരിക്കും പി ക്യു, ബി സിയുടെ പകുതി നീളമായിരിക്കും പി ആർ എന്ന് പറയാം അല്ലെ. നമുക്ക് എന്താ കിട്ടേണ്ടത് ഇവിടെ ആർ എമ്മും എം ക്യൂമാണ് കിട്ടേണ്ടത്. അപ്പൊ ഇവിടെ നോക്കുക പി ക്യു സി ആർ എന്നൊരു സമാന്തരികം വരുന്നുണ്ട്. സമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ് എതിരെ വരുന്ന വശങ്ങൾ സമാന്തരവും എന്താണ് തുല്യവുമാകണം. അപ്പൊ പി ക്യൂവും ആർ സിയും തമ്മിൽ തുല്യവും സമാന്തരമായി കിട്ടണം. അതേപോലെ പി ആറും ആരും അതിന് സമാന്തരമാകണം, സി ക്യൂമായി സമാന്തരമാകണം, അതെന്താകണം തുല്യമാവുകയും ചെയ്യണം. അപ്പൊ ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് എന്ത് ചെയ്യാണ് എ സിയുടെ മധ്യബിന്ദുവാണ് ആറ് നമുക്ക് പറഞ്ഞൂടെ. എ സിയുടെ മധ്യബിന്ദുവാണ് ആറ്. അപ്പൊ എ സിയുടെ മധ്യ ബിന്ദുവാണ് ആർ. അപ്പൊ നമുക്ക് പറയാൻ പറ്റും എ സിക്ക് സമാന്തരമാണ് പി ക്യു എന്ന് പറയാം അല്ലെ. എ സിക്ക് സമാന്തരമാണ് പി ക്യു. എ സി നമുക്കറിയാം എ സിയുടെ പകുതി നീളമാണ് ആര് പറയുന്നത് പി ക്യു എന്ന് പറയുന്നത്. അപ്പൊ എ സിക്ക് പകരം ഞാൻ 1/2 എ സിക്ക് പകരം ഞാൻ സി ആർ കൊടുത്തൂടെ, ഞാൻ സി ആർ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ എ സിക്ക് സി ആർക്കും ആരുമായിട്ട് സമാന്തരമാണ് നമ്മള് അല്ലെ പി ക്യൂമായിട്ട് എന്താണ് സമാന്തരമാണ്. ഇതിന് സമവാക്യം 1. അപ്പൊ ആരൊക്കെ തമ്മിൽ തുല്യായി സി ആറും പി ക്യൂവും തമ്മിൽ എന്തായി തുല്യമായി. ഇനി ഇതേപോലെ ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത ഏതാണ് ബി സിയുടെ മധ്യബിന്ദുവാണ് ക്യൂ അല്ലെ. ബി സിയുടെ മധ്യ ബിന്ദുവാണ് ആര് വരുന്നത് ക്യൂ. അപ്പൊ എന്ത് പറയാം അല്ലെ ബി സി സമാന്തരമാണ് ആരുമായിട്ട് അല്ലെ പി ആറുമായിട്ട് സമാന്തരമാണ്. അപ്പൊ ബി സിയുടെ പകുതി നീളം എന്ന് പറഞ്ഞാൽ ആരാണ് പി ആർ അല്ലേ. ഇനി 1/2 ബി സിക്ക് പകരം ഞാൻ ആര് ചേർക്കാണ് സി ക്യു എന്ന് ചേർക്കാണ്. അപ്പൊ ബി സിക്ക് പകരം സി ക്യൂക്ക് സമാന്തരമാണ് ആര് പി ആർ. അപ്പൊ എന്ത് കിട്ടി ഈ ഇതിന് സമാന്തരമാണ് ഇത് കിട്ടി എന്ന് പറഞ്ഞാൽ പി ക്യു സി ആർ എന്ന് പറഞ്ഞ ഒരു സമാന്തരികമാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അപ്പൊ എന്ത് കിട്ടി നമുക്ക് പി ക്യു സി ആർ എന്ന് പറഞ്ഞ എന്താണ് ഒരു സമാന്തരികമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പി സിയും ആർ ക്യു എന്താണ് ഇതിന്റെ വികരണങ്ങളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആയി കിട്ടി ഇപ്പോ സമഭാഗം ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ താഴെ എഴുതാ എന്താണ് 1ഉം 2ഉം നിന്നു. സമവാക്യം 1 ഏതാണ് അല്ലെ 2 എഴുതാൻ മറന്നുപോയി. ഇത് സമവാക്യം 2. അപ്പൊ സമവാക്യം 1ഉം 2ഉം കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്ത് പറയാം അല്ലെ പി ക്യു സി ആർ സമാന്തരികമാണ്. സമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നതിനാൽ എന്ത് പറയാം ആർ എമ്മും എം ക്യൂ എന്തായിരിക്കും തുല്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റി. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതിലെ ബി ക്വസ്റ്റ്യൻ എന്താണ് നമ്മുടെ അല്ലെ വലിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രം ചെറിയ ത്രികോണത്തിന്റെ മധ്യമ കേന്ദ്രമാണെന്ന് തെളിയിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതിന് മാറ്റി വരച്ചു അല്ലെ. ഇനി ഇവിടുന്ന് നേരെ ഒരു മധ്യമം വരക്കാൻ പോവുകയാണ്. നേരെ മറ്റേത് ഈ ബി സിയുടെ മധ്യത്തിലേക്കാണ് വരക്കേണ്ടത്. അതോ മധ്യത്തിൽ ആരാ കിടക്കുന്നത് ക്യൂ ആണ്. അപ്പൊ നീട്ടി വരച്ചു. ഇതേപോലെ എ സിയുടെ മധ്യത്തിലേക്ക് ബി നിന്ന് വരക്കുകയാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടിയിട്ടുണ്ടാവും ഈ ബിന്ദു. ഇതിനെ പേര് കൊടുത്തു ഓ എന്ന് പേര് കൊടുത്തു, ഇവിടെ n കൊടുത്തു, അതേപോലെ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു എസ് എന്നും പേര് കൊടുത്തു. അപ്പൊ എന്ത് കിട്ടി ഇപ്പോ നമുക്ക് അല്ലെ ഇവിടെ അകത്തൊരു ത്രികോണം കിട്ടി. ആ ത്രികോണത്തിന്റെ എല്ലാ മധ്യമ കേന്ദ്രങ്ങളെല്ലാം യോജിപ്പിച്ച് കിട്ടുന്ന ഇതാണ് ഓ അല്ലെ എന്ത് കിട്ടി നമുക്ക് മധ്യമ കേന്ദ്രം ഓ എന്നാണ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ എന്ത് കണ്ടെത്തി എം അല്ലെ ആർ ക്യൂടെ മധ്യബിന്ദു എന്ന് കണ്ടെത്തി. ഇതേപോലെ നമുക്ക് പി ക്യൂടെ മധ്യബിന്ദു എസ് കണ്ടെത്തിക്കൂടെ, പി ആറിന്റെ മധ്യബിന്ദു എന്നും കണ്ടെത്താൻ പറ്റും.
ത്രികോണം എ ബി സിയുടെ മധ്യമ കേന്ദ്രമാണ് നമ്മൾ O എന്ന് എടുത്തു അല്ലെ. അപ്പൊ നമ്മൾ വീണ്ടും എടുക്കുകയാണ് ത്രികോണം പി ക്യു ആർ എടുത്തു. അതിന്റെ പി ആറിന്റെ മധ്യബിന്ദുവാണല്ലോ എൻ. അപ്പൊ പി എൻ സമം എന്ത് പറയാം, എൻ ആർ എന്ന് പറയാം. അതേപോലെ പി ക്യൂയുടെ മധ്യബിന്ദുവാണ് എസ് ആണെങ്കിൽ എന്ത് പറയാം അല്ലെ, പി എസും എസ് ക്യൂവും തമ്മിൽ എന്താണ്, തുല്യമാണ്. ഇനി ആർ ക്യൂവിലെ മധ്യബിന്ദുവാണ് എം എന്ന് പറഞ്ഞത് കൊണ്ട് എം ക്യൂവും ആർ എമ്മും തമ്മിൽ തുല്യമാണ് എന്ന് പറഞ്ഞാൽ പി എമ്മും ആർ എസും ക്യു എന്നും എന്താണ്, നടുവരകളാണെന്ന് പറയാൻ പറ്റി അല്ലെ. അപ്പൊ നടുവരകൾ ആയതുകൊണ്ട് എന്ത് പറയാ അല്ലെ, ഈ O എന്ന് പറഞ്ഞ എന്താണ്, മധ്യമ കേന്ദ്രമാണെന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റി. കാരണം നടുവരകൾ വരച്ചു കഴിഞ്ഞാൽ അവിടെ കൂട്ടിമുട്ടുന്ന ബിന്ദു എന്താണ്, ഒറ്റ ബിന്ദുവിൽ കൂട്ടിമുട്ടണ ഇതിനെ മധ്യമ കേന്ദ്രം എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സിക്സ്ത് ക്വസ്റ്റ്യൻ. എന്താണ് സിക്സ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിന്റെ ലംബ കേന്ദ്രമാണ് എച്ച് ബി സി എന്ന ത്രികോണത്തിന്റെ ലംബ കേന്ദ്രം എ ആണെന്ന് തെളിയിക്കുക. ഏതാണ്, എ ബി സിയുടെ ലംബ കേന്ദ്രമാണ് എച്ച് എന്നും എച്ച് ബി സിയുടെ ലംബ കേന്ദ്രം എ ആണെന്ന് തെളിയിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത് മാറ്റി വരച്ചു. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ വര നീട്ടി വരച്ചു. അപ്പൊ ഇതിലേക്ക് കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. അതേപോലെ ഞാൻ ഈ വര നീട്ടി വരച്ചു. എന്നിട്ട് എയിനൊരു ലംബം താഴോട്ട് വരച്ചു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന കോണും എന്തായി അല്ലെ, 90 ഡിഗ്രി ആയിരിക്കും ലംബം വരച്ചത്. അപ്പൊ ഇവിടെ ഡി കൊടുത്തു, ഇ കൊടുത്തു, എഫ് കൊടുത്തു. അതേപോലെ ഇവിടെ എന്തായിരിക്കും, 90 ആവും. ഇവിടെ എന്താവും, 90 ആവും. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ റെഡി ആയില്ലേ അല്ലെ. എക്ക് എന്തായിരിക്കും, ലംബമായി തന്നെയാണ് പറയാൻ പറ്റുക. എന്ന് പറഞ്ഞാൽ അല്ലെ, ഈ ത്രികോണം എടുത്തു, ത്രികോണം എ ബി സി എന്ന് എടുത്തു. അതിന് ലംബ കേന്ദ്രമാണ് എച്ച് നമുക്കറിയാം. എന്താണ് നമ്മളെ ക്വസ്റ്റ്യനില് എന്ത് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ടുണ്ട്. എ ബി സിയുടെ ലംബ കേന്ദ്രമാണ് എച്ച് നമ്മൾ തന്നിട്ടുണ്ട്. ഇനി അതേപോലെ ബിഇ എന്ന് പറഞ്ഞാൽ ഏതാണ്, ബിഇ എന്നതിന് അല്ലെ ലംബമാണ് ആരുമായിട്ട് വന്നിട്ടുള്ളത്, എ സി വന്നിട്ടുള്ളത്. അതിനാൽ സിയിൽ നിന്ന് അല്ലെ ബി എച്ച് അല്ലെ, ബി എച്ച് എന്ന് പറയുമ്പോ എച്ചിലേക്കുള്ള വശത്തേക്ക് ലംബമാണ് ആര് വരുന്നത്, എ സി അല്ലെ. അപ്പൊ ബി എച്ച് എന്നതിലേക്ക് ലംബമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇത് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ എഴുതാം അല്ലെ. എങ്ങനെ എഴുതാം, ത്രികോണം എ ബി സിയുടെ ലംബ കേന്ദ്രമാണ് എച്ച് എന്ന് പറഞ്ഞു. ബിയുടെ ലംബമാണ് എ സി. നമ്മളെ വരച്ച കാര്യങ്ങളൊക്കെ നിർത്തി എഴുതിയെന്നുള്ളൂ. ചെയ്യുന്നത് ലംബമാണ് ബി എച്ച്, വശത്തേക്ക് ലംബമാണ് എ സി എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കിട്ടിപ്പോ അല്ലെ, സി ഡിക്ക് ലംബമാണ് എ ബി കിട്ടി അല്ലെ, സി ഡിക്ക് ലംബമാണ് എ ബി എന്ന് കിട്ടി. അപ്പൊ അത് എടുത്തെഴുതാ, സി ഡിക്ക് ലംബമാണ് എ ബി. അതിനാൽ ബിയിൽ നിന്ന് സി എച്ചിലേക്കുള്ള വശത്തിന്റെ ലംബമാണ് എ ബി അല്ലെ. എന്താണ്, ബിയിൽ നിന്ന് എന്താണ് അല്ലെ, ബിയിൽ നിന്ന് എന്താണ്, ബിയിൽ നിന്ന് അല്ലെ സി എച്ചിലേക്ക്, സി എച്ച് എന്ന് പറയുമ്പോ എവിടെയാണ്, സി എച്ച് ഇതിലേക്കുള്ള ലംബ വശമാണ് എ ബി എന്ന് പറയുന്നത് അല്ലെ. ഈ സി എച്ചിലേക്ക് ഇങ്ങനെ ലംബമായി പോകുന്നതാണ്. അപ്പൊ എന്ത് കിട്ടി, അപ്പൊ സി എച്ചിലേക്ക് ലംബ വശമാണെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെ ഇവ ഗണ്ണിക്കുന്ന ഒരു ബിന്ദുവാണ് എ എന്ന് പറഞ്ഞു. അപ്പൊ അതിനാൽ ത്രികോണം ബി എച്ചിന്റെ ലംബ കേന്ദ്രമാണ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒന്നുമില്ല, നമ്മൾ വരച്ചതിന്റെ തൊട്ട് മുമ്പ് വരച്ച ഇത് എല്ലാം കൂടി എഴുതി ഉണ്ടാക്കിയെന്നുള്ളൂ. നമ്മൾ ആദ്യം എന്താ കാട്ടിയത് അല്ലെ, ആദ്യം ബി എച്ച് ഒന്ന് നീട്ടി വരച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു, എ സിക്ക് ലംബമായി വന്നു എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു, സി എച്ച്ക്ക് അല്ലെ, എന്ത് പറഞ്ഞു, സി എച്ച്ക്ക് ലംബമായി നീട്ടി വരച്ചപ്പോ സി എച്ച്ക്ക് എന്തായി, ലംബമായി പതിച്ചു. അതോ എ ബി, ഇതൊക്കെ ഇരുന്ന് എഴുതിയെന്നുള്ളൂ. പിന്നെ ബി സിക്ക് ലംബമായിട്ട് എഫ് വരച്ചു എന്നുള്ളൂ. അതൊക്കെയാണ് നമ്മൾ എന്താ കാട്ടിയത്, ഇവിടെ എഴുതി ഉണ്ടാക്കിയെന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ. ഇതോടുകൂടി നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് കഴിഞ്ഞു. അതോടുകൂടി നമ്മളെ അല്ലെ ചാപ്റ്ററും കംപ്ലീറ്റ് ആയി.